വർഷം 334 BC. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കുപ്രശസ്തമാർന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് ശക്തരായിട്ടുള്ള പേർഷ്യക്കാരാണെങ്കിൽ മറുഭാഗത്തുള്ളത് ഗ്രീക്കുകാരാണ്. അവരെ നയിക്കാനായി സാക്ഷാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന 20 വയസ്സുകാരനുമുണ്ട്. ഗ്രീക്കുകാരെ സംബന്ധിച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണെങ്കിൽ പേർഷ്യക്കാർക്ക് അലക്സാണ്ടർ ശപിക്കപ്പെട്ട ഒരു പോരാളിയാണ്. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ആ യുദ്ധത്തിന് കാരണമായ പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ ഞാൻ നിരവധി റെഫറൻസുകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ചില റെഫറൻസുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപാണ്. നമുക്ക് കുറേയധികം വർഷം പിന്നിലേക്ക് പോകാം. 500 BC എന്ന് പറയുന്നത് ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമാണ്. അവർ കലാപരമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. ധാരാളമായി ഫിലോസഫേഴ്സ് ഉണ്ട്. അതിനു പുറമെ യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളിലും അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരുപാട് യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധ്യമായിട്ടുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഏതൻസ് എന്നും അതുപോലെ സ്പാർട്ട എന്നും പേരുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള 2 നഗരങ്ങളുണ്ടായിരുന്നു. ഈ ഗ്രീക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. 500 BC-യിൽ ഗ്രീക്ക് ഒരു രാജ്യമല്ല. ഗ്രീക്കുകാരായിട്ടുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വയംഭരണമുള്ള നഗരങ്ങളാണ്. ഏതൻസും സ്പാർട്ടയും ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 നഗരങ്ങളാണ്. ഇതിൽ ഏതൻസിന് വളരെ മികച്ച ഒരു നാവികസേനയുണ്ട്. അതേസമയം സ്പാർട്ടയ്ക്ക് വളരെ മികച്ച ഒരു കരസേനയാണ് ഉള്ളത്. 480 BC ആയി. ആ കാലഘട്ടത്തിൽ ശക്തരായിട്ടുള്ള പേർഷ്യക്കാർ ഗ്രീക്കുകാർക്കെതിരെ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചെറിയ നഗരങ്ങളായിട്ട് നിലനിന്നിരുന്ന ഗ്രീക്കുകാർക്ക് ഒന്നിക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും ഒന്നിക്കുന്നത് ഏതൻസും സ്പാർട്ടയുമാണ്. കാരണം ഈ 2 നഗരങ്ങളാണ് യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. 2 രീതിയിലുള്ള യുദ്ധമാണ് പേർഷ്യക്കാർ തുടങ്ങി വയ്ക്കുന്നത്. ഒന്ന് കടൽ മാർഗമുള്ള യുദ്ധമാണെങ്കിൽ മറ്റൊന്ന് കരയിലൂടെയുള്ള യുദ്ധമാണ്. ആയിരക്കണക്കിന് പടയാളികളുമായിട്ട് പേർഷ്യക്കാർ പൊടുന്നനെയാണ് ഗ്രീക്കിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത്. അവർ കടന്നു വരേണ്ടത് ഒരു ഇടനാഴിയിലൂടെയാണ്, വളരെയധികം ഇടുങ്ങിയ ഒരു ഇടനാഴി. തെർമോപോളി എന്ന പേരിലാണ് ആ ഇടനാഴി അറിയപ്പെടുന്നത്. ആ വലിയ സേനയെ തടയാനായി സ്പാർട്ടൻസിൻ്റെ 300ഓളം വരുന്ന സൈന്യമാണ് തെർമോപോളിയിൽ എത്തിച്ചേരുന്നത്. സ്പാർട്ടൻസ് 300 പേര് മാത്രമാണെങ്കിൽ പേർഷ്യക്കാർ ആയിരക്കണക്കിന് ആളുകളാണ്. തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ മുൻതൂക്കമുണ്ടാവുക പേർഷ്യക്കാർക്കാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തെർമോപോളി ഒരു ഇടുങ്ങിയ ഇടനാഴിയാണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഇടുങ്ങിയ ഒരു ഇടനാഴി ആയതുകൊണ്ട് തന്നെ പേർഷ്യക്കാരിലെ എല്ലാ സൈനികർക്കും ഒരേ സമയത്ത് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേസമയം സ്പാർട്ടൻസിലെ ആ 300 പടയാളികൾക്കും ഒരേ സമയത്ത് തന്നെ യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധ്യമാകും. പക്ഷേ അപ്പോഴും സ്പാർട്ടൻസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു യുദ്ധം ചെയ്ത് തങ്ങൾ ക്ഷീണിക്കുമെന്ന്. പേർഷ്യക്കാർ ഒരുപാട് പേരുണ്ട്. അല്പസമയത്തിന് ശേഷം നിലവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പടയാളികളെ പിൻവലിച്ച് ഫ്രഷായിട്ടുള്ള പുതിയ പടയാളികളെ അവർക്ക് ഇറക്കാൻ സാധിക്കും. യുദ്ധം അങ്ങനെ നടക്കുകയാണ്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് സ്പാർട്ടൻസിന് കീഴടങ്ങേണ്ടി വന്നത്. പേർഷ്യൻസ് ആ ഘട്ടത്തിൽ അവിടെ വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും, സ്പാർട്ടൻസ് ഇവിടെ പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും ഗ്രീക്കുകാർക്ക് ഈ യുദ്ധം ഒരു നേട്ടമാണ് സമ്മാനിച്ചത്. അവർക്ക് 3 ദിവസത്തെ സാവകാശം ലഭ്യമായി. സ്പാർട്ടൻസിന് 3 ദിവസം അവരെ തടഞ്ഞു നിർത്താൻ സാധ്യമായില്ലായിരുന്നുവെങ്കിൽ പേർഷ്യക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രീക്ക് പട്ടണങ്ങളിൽ എത്തിച്ചേരാനും അവയൊക്കെ കീഴ്പ്പെടുത്താനും സാധിക്കുമായിരുന്നു. ഈ 3 ദിവസം തന്നെ ധാരാളമായിരുന്നു ഗ്രീക്കുകാർക്ക് ഒരുങ്ങാൻ. തെർമോപോളിയിലെ യുദ്ധത്തിന് ശേഷം പേർഷ്യക്കാർ ഇരച്ചു കയറുകയായിരുന്നു ഗ്രീക്ക് നഗരങ്ങളിലേക്ക്. പക്ഷേ അപ്പോഴേക്കും ഗ്രീക്കുകാരുടെ സൈന്യം വലിയൊരു സൈന്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നിരവധി സാവകാശവും ലഭ്യമായി. അങ്ങനെ ആ യുദ്ധത്തിൽ ഗ്രീക്കുകാരാണ് വിജയിക്കുന്നത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച മറ്റൊരു യുദ്ധമുണ്ടായിരുന്നു. പേർഷ്യക്കാർ തന്നെ നാവികസേനയുടെ സഹായത്താൽ ഗ്രീസിലേക്ക് അഴിച്ചുവിട്ട ഒരു യുദ്ധം. നിരവധി പടക്കപ്പലുകളാണ് പേർഷ്യയിൽ നിന്നും ഏതൻസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. പേർഷ്യക്കാരും ശക്തരാണ്, അതുപോലെ തന്നെ ഏതൻസിൻ്റെ നാവികസേനയും ശക്തമാണ്. ഒടുവിൽ വിജയിക്കുന്നത് ഏതൻസ് ആണ്.
പക്ഷേ ഏതൻസ് വിജയിച്ചുവെങ്കിൽ പോലും അവർക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള എഥീനിയൻ അക്രോപോളിസ് എന്ന ക്ഷേത്രം പേർഷ്യക്കാർ അഗ്നിക്ക് ഇരയാക്കി. അതിനുശേഷവും ചില തുടർ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ ഗ്രീസുകാർക്ക് വിജയിക്കാൻ സാധിക്കുകയും പേർഷ്യക്കാർ ഗ്രീസിൽ നിന്നും പലായനം ചെയ്യുകയുമുണ്ടായി. പിന്നീടുള്ള 50 വർഷം, ആ 50 വർഷം ഗ്രീസിൽ സമാധാനം തന്നെയായിരുന്നു. എല്ലാവരും സമാധാനത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞു, ഗ്രീസ് എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യമല്ല, സ്വയംഭരണമുള്ള നിരവധി പട്ടണങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും ഗ്രീക്കുകാരാണ് എന്നുള്ള ഒരു യൂണിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ ഭരണപരമായിട്ടുള്ള ഒരു യൂണിറ്റിയും നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആഭ്യന്തര ലഹള ആരംഭിക്കുകയാണ്. ഗ്രീസ് മുഴുവനും പൂർണ്ണമായിട്ടും തൻ്റെ കാൽപ്പിടിയിലാക്കണമെന്ന് ഓരോ നഗരത്തിലെയും തലവന്മാർ തീരുമാനിച്ചു. അത് വലിയ രീതിയിലുള്ള കലാപത്തിന് കാരണമായി മാറുകയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഗ്രീക്കുകാരുടെ ഒരു തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം പേർഷ്യക്കാർ അതിശക്തമായിട്ട് തന്നെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ യൂണിറ്റി ഉണ്ട്. കാരണം അവർ വലിയൊരു സാമ്രാജ്യമാണ്. ഗ്രീസ് അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യമല്ല. എന്നാൽ ഈ ഗ്രീക്ക് നഗരങ്ങളിൽ നിന്നും അല്പം ഉത്തരഭാഗത്തേക്ക് മാറി മറ്റൊരു രാജ്യമുണ്ടായിരുന്നു. മാസിഡോണിയ എന്ന പേരിലാണ് ആ രാജ്യം അറിയപ്പെടുന്നത്. അവിടെയും ഗ്രീക്കുകാരുണ്ട്. പക്ഷേ അവിടെയുള്ള ഗ്രീക്കുകാരുടെ ശതമാനം നന്നേ കുറവാണ്. അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പ് രണ്ടാമൻ എന്ന രാജാവാണ്. അതിബുദ്ധിമാനായിട്ടുള്ളൊരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിരവധി പ്ലാനുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഒരു വലിയ ലീഗ് ഉണ്ടാക്കുക എന്നതാണ്. ഒരു വലിയ സാമ്രാജ്യമാക്കി ഗ്രീക്കിനെ മാറ്റണം, ഗ്രീക്കുകാരെ മാറ്റണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അതിനെന്ത് ചെയ്യണം? നിലവിലുള്ള ആഭ്യന്തര ലഹളകൾ അടിച്ചൊതുക്കണം. ഗ്രീക്കുകാരെ എല്ലാവരെയും കീഴ്പ്പെടുത്തി തൻ്റെ സൈന്യത്തിന് ഏറ്റവും ഉന്നതിയിൽ എത്താൻ സാധ്യമാകണം. ആ പ്രദേശമൊക്കെ അടക്കി ഭരിക്കാൻ സാധ്യമാകണം. അതിനെന്താണ് ആവശ്യം? ഏറ്റവും മികച്ച ഒരു പടയെ ഉണ്ടാക്കിയെടുക്കണം. പ്രധാനമായിട്ടും ആ ഘട്ടത്തിൽ കാലാൽ പടകളാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച കാലാൽപ്പട ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ യുദ്ധം വിജയിക്കാൻ സാധിക്കുന്നതാണ്. കാലാൽപ്പടയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പടകളുണ്ട്. കുന്തം ഏന്തിയിട്ടുള്ള കാലാൽപ്പടകളുണ്ട്. അതുപോലെ തന്നെ ജാവലിൻ ഏന്തിയിട്ടുള്ള കാലാൽപ്പടയുണ്ട്. ജാവലിൻ ത്രോ പോലെ തന്നെ ഇവർ ഈ ജാവലിൻ അങ്ങ് ദൂരെയുള്ള സൈന്യത്തിന് നേരെ എറിയുകയാണ് പതിവ്. അതുപോലെ തന്നെ അമ്പെയ്യുന്ന സൈനികരും വേറെയുണ്ട്. കുന്തമേന്തിയിട്ടുള്ള കാലാൽപ്പടയെ ശക്തമാക്കാനാണ് ഫിലിപ്പ് രണ്ടാമൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഗ്രീക്കുകാർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കുന്തമുണ്ട്. അതിൻ്റെ നീളമെന്ന് പറയുന്നത് ഏതാണ്ട് 9 അടിയാണ്. അദ്ദേഹം പ്രത്യേക തരത്തിലുള്ള വ്യത്യസ്തമായിട്ടൊരു കുന്തം ഡിസൈൻ ചെയ്യുകയാണ്. ആ കുന്തത്തിൻ്റെ നീളം 9ൻ്റെ ഇരട്ടി, അതായത് 18 അടിയാണ്. 18 അടിയുള്ള കുന്തം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അതുപയോഗിച്ച് നിരന്തരമായിട്ട് ട്രെയിനിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ അവർ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കുന്തമേന്തിയ കാലാൽപ്പടയായി മാറുന്നതാണ്. ആർക്കൊപ്പമാണോ ഈ കാലാൽപ്പട ഉള്ളത് അവർക്ക് വിജയം സുനിശ്ചിതമാണ്. കാരണം എതിരാളികളുടെ കുന്തമേന്തിയ കാലാൽപ്പടയുടെ കുന്തത്തിൻ്റെ നീളം വളരെയധികം ചെറുതാണ്. വളരെ അകലെ വെച്ച് തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഈ 18 അടി കുന്തമുള്ള കാലാൽപ്പടയ്ക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ പരിശീലനമൊക്കെ പൂർത്തിയായതിനു ശേഷം ഒരു വലിയ സേനയുമായിട്ട് ഫിലിപ്പ് രണ്ടാമൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഈ വാർത്ത ഗ്രീക്കിലുള്ള എല്ലാ നഗരങ്ങളിലും വ്യാപിക്കുകയുണ്ടായി. ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള യൂണിറ്റി ഒന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ആഭ്യന്തര ലഹള സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു യുദ്ധമല്ല അവിടെ ഉണ്ടാകുന്നത്. ഫിലിപ്പ് രണ്ടാമൻ്റെ കീഴിൽ മാസിഡോണിയയിലുള്ള മുഴുവൻ സൈന്യവുമുണ്ട്. അതേസമയം ഗ്രീക്കുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് 2 പട്ടണങ്ങളിൽ നിന്നുള്ള സൈന്യം മാത്രമാണ്. ഏതൻസും തീബ്സുമാണ് ആ 2 നഗരങ്ങൾ. ആ 2 സൈന്യവും ഒന്നു ചേർന്ന് ഫിലിപ്പ് രണ്ടാമനെ തുരത്താനായി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഫിലിപ്പ് രണ്ടാമൻ കിരണി എന്ന പ്രദേശത്തിൻ്റെ വളരെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് യുദ്ധം ആരംഭിക്കുന്നത്. കിരണിയിൽ നടന്ന യുദ്ധമായതുകൊണ്ട് തന്നെ ഇത് ബാറ്റിൽ ഓഫ് കിർണിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശക്തമായിട്ട് തന്നെ ഏതൻസുകാരും തീബ്സുകാരും ഫിലിപ്പ് രണ്ടാമൻ്റെ സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ നീളമേറിയ കുന്തപ്പടയ്ക്ക് വളരെ അനായാസമായിട്ട് തന്നെ ഏതൻസിനെയും തീബ്സിനെയും കീഴ്പ്പെടുത്താൻ സാധ്യമായി. പിന്നീട് സംഭവിച്ചതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു.
വളരെ വേഗതയിൽ തന്നെ ചുറ്റുപാടുമുള്ള പല നഗരങ്ങളെയും കീഴ്പ്പെടുത്തി. ചില നഗരങ്ങളൊക്കെ കീഴടങ്ങിയായിരുന്നു. അവർക്ക് ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടാനൊന്നും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആ പ്രദേശമൊക്കെ ഫിലിപ്പ് രണ്ടാമൻ്റെ അധീനതയിലായി. അതിനുശേഷം ഈ ഗ്രീക്കുകാരെയും മാസിഡോണിയയും ഒക്കെ ചേർത്ത് അദ്ദേഹം ഒരു ലീഗ് ആരംഭിക്കുകയാണ്. ലീഗ് ഓഫ് ഹെലനിക് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അതിൻ്റെ തലവനായിട്ട് സ്വയം അവരോധിക്കപ്പെടുകയാണ് ഫിലിപ്പ് രണ്ടാമൻ. അദ്ദേഹത്തിനൊരു സ്ഥാനപ്പേരുണ്ട്. ഹിജിമോൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഗ്രീക്കുകാരുടെ ഒരു ലീഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായി. എന്നാൽ ഇത് ഇത്രയും മതിയോ? പോരാ. കൂടുതൽ വലിയ ഒരു സാമ്രാജ്യമാക്കി മാറ്റണം. അതിനെന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്തുള്ള ഒരു അയൽ രാജ്യം അല്ലെങ്കിൽ ഒരു വലിയ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, വർഷങ്ങളായിട്ടുള്ള ശത്രുതയുണ്ട് ഈ പേർഷ്യക്കാരുമായിട്ട്. അവരെ കീഴ്പ്പെടുത്തണം. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അവർ ഒരു സൂപ്പർ പവറായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഫിലിപ്പ് രണ്ടാമന് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. വർഷം 336 BC. ഈ ഘട്ടത്തിലാണ് യുദ്ധം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തുന്നത്. സ്പാർട്ട ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നില്ല. കാരണം ഹെലനിക് ലീഗിൻ്റെ ഒരു ഭാഗമല്ല സ്പാർട്ട. സ്പാർട്ട വളരെയധികം തെക്കോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഫിലിപ്പ് രണ്ടാമന് ആ പ്രദേശത്തും കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യമായിരുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ യുദ്ധം ആരംഭിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. രാത്രിയിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പേർഷ്യയിലേക്ക് എത്തിച്ചേരുക. 1-2 ദിവസങ്ങൾ വേണം പേർഷ്യയുടെ അതിർത്തി വരെ എത്തിച്ചേരാൻ. അതിനുശേഷം അവിടെ യുദ്ധം ആരംഭിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. യാത്ര പുറപ്പെടുന്ന അന്ന് വൈകുന്നേരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഗ്രീസിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. ഫിലിപ്പ് രണ്ടാമൻ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ തന്നെ ബോഡി ഗാർഡിൻ്റെ കുത്തേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. കാരണം അധികാര കൊതി തന്നെയാണ്. ഒരു വലിയ സിവിൽ വാർ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹം ഹിജിമോൺ പട്ടം അലങ്കരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തെ വെട്ടി ആ സ്ഥാനത്തേക്ക് സ്വയം അവരോധിതനാകാനായിട്ട് നിരവധി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നടക്കുന്നത് ഒരു ആഭ്യന്തര യുദ്ധമാണ്. പേർഷ്യക്കാരെ ആക്രമിക്കാമെന്ന് കരുതിയിരുന്ന ഗ്രീസുകാർ ഒരു യൂണിറ്റിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെയാണ് ആ കഥാപാത്രത്തിൻ്റെ വരവ്. ചരിത്രത്തിൽ എന്നും സ്വർണ്ണ ലിപി കൊണ്ട് എഴുതി ചേർത്തിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ആരാണ് ശരിക്കും ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്? ഇപ്പോൾ മരണമടഞ്ഞ ഫിലിപ്പ് രണ്ടാമൻ്റെ മകനാണ്. അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ 18 വയസ്സ് മാത്രമാണ് പ്രായം. 336 BC. അദ്ദേഹത്തിന് ഫിലിപ്പ് രണ്ടാമൻ്റെ അതേ സ്വപ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പേർഷ്യയെ കീഴ്പ്പെടുത്തുക. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അത് കുറച്ച് നാളത്തേക്കെങ്കിലും മറക്കണം. ആദ്യം ഈ ഹെലനിക് ലീഗിൻ്റെ ഹെജിമോണായിട്ട് മാറണം. അത് നിലവിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫിലിപ്പ് രണ്ടാമൻ്റെ ശക്തമായിട്ടുള്ള ഒരു സൈന്യം അലക്സാണ്ടറിൻ്റെ ഒപ്പമുണ്ട്. ആ സൈന്യത്തെ ഉപയോഗിച്ച് ആഭ്യന്തര ലഹള അടിച്ചൊതുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഗ്രീസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ്. ഒരുപാട് നഗരങ്ങളുണ്ട്. ഒരു നഗരത്തിൽ പോയി അവിടുത്തെ ആഭ്യന്തര ലഹള അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്തുള്ള ആഭ്യന്തര ലഹള മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇവിടെ നിന്ന് അവിടെ പുറപ്പെടുമ്പോൾ മറ്റൊരിടത്താണ് പ്രശ്നം നടക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ പെട്ടിരിക്കുകയാണ് അലക്സാണ്ടർ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ക്രൂരമായിട്ടുള്ള ഒരു ആശയം ഉയർന്നു വരുന്നത്. ഒരു നഗരം പൂർണ്ണമായിട്ടും കത്തിച്ച് ഇല്ലാതെയാക്കുക, അവിടെയുള്ള ആളുകളെയും കൊല്ലുക. അതൊരു വലിയ പാഠമായിരിക്കും. അതോടുകൂടി ആഭ്യന്തര ലഹള അവസാനിക്കുമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് തീബ്സ് എന്ന നഗരമാണ്. മണിക്കൂറുകൾ കൊണ്ട് തീബ്സ് എന്ന ആ നഗരം പൂർണ്ണമായിട്ടും കത്തിച്ച് ചാമ്പലാക്കുകയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. കുറേയധികം ആളുകൾ ആ അഗ്നിക്ക് ഇരയാകപ്പെടുകയും ചെയ്തു. അവശേഷിച്ച ദ്വീപിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം അടിമകളാക്കി അദ്ദേഹം വിറ്റ് കാശുണ്ടാക്കി. അതൊരു വലിയ സന്ദേശമായിരുന്നു. ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര ലഹള അവസാനിക്കുകയാണ്. എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഭയന്നുപോയി. അലക്സാണ്ടറിനെതിരെ ഒരു ചെറു വിരൽ അനക്കിയാൽ പോലും തങ്ങളുടെ പട്ടണം പൂർണ്ണമായിട്ടും അദ്ദേഹം കത്തിച്ച് കളയുമെന്നുള്ള ഭീതി എല്ലാവരിലും വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിനെ അടുത്ത ഹെജിമോണാക്കി വാഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അലക്സാണ്ടർ അടുത്ത രാജാവാകിയാണ് കിങ് ഓഫ് മസിഡോണിയ അല്ലെങ്കിൽ കിങ് ഓഫ് ഗ്രീസ്. 336 BC
മരണമടഞ്ഞ തൻ്റെ പിതാവായ ഫിലിപ്പ് രണ്ടാമൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അലക്സാണ്ടർ. അതിനുവേണ്ടി 40,000-ഓളം വരുന്ന ഒരു വലിയ സേനയുമായിട്ട് അദ്ദേഹം ഏഷ്യ മൈനർ അല്ലെങ്കിൽ പേർഷ്യ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടു. ആദ്യം കാണുന്ന നഗരം ഹെലസ്പോണ്ടാണ്. ആ ഹെലസ്പോണ്ട് കീഴ്പ്പെടുത്തണം. അവിടേക്കുള്ള യാത്രയിലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റും സൈന്യവും. ഈ യാത്രക്കിടയിൽ അലക്സാണ്ടറിൻ്റെ ശക്തമായിട്ടുള്ള ആ സൈന്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അലക്സാണ്ടറിൻ്റെ സൈന്യത്തിൽ വെച്ച് ഏറ്റവും ശക്തരായിട്ടുള്ളവർ ഫലഞ്ചേറ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവരെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 18 അടിയോളം നീളമുള്ള കുന്തം ഏന്തിയിട്ടുള്ള പടയാളികൾ. ആ കുന്തത്തിന് സരസ് എന്ന ഒരു പേരാണ് ഉള്ളത്. ഈ സരസ് ഏന്തിയിട്ടുള്ള 9,000-ഓളം വരുന്ന ഫലഞ്ചേറ്റുകളുണ്ട്. അവരെ നയിക്കുന്നത് പർമീനിയൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു മാസിഡോണിയൻ കമാൻഡറാണ്. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൈന്യത്തിന് നേരെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. എതിരാളികൾ കൃത്യം നേർക്കാണ് വരുന്നതെങ്കിൽ വളരെ അനായാസമായിട്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താനായിട്ട് കുന്തം കൊണ്ട് കുത്തി കൊല്ലാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ ചുറ്റിനും സൈനികർ അല്ലെങ്കിൽ എതിരാളികൾ വരികയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം വളരെ നീളമേറിയിട്ടുള്ള കുന്തമായതുകൊണ്ട് പെട്ടെന്ന് വശങ്ങളിലേക്ക് തിരിയാനോ പെട്ടെന്ന് പുറകിലേക്ക് തിരിയാനോ ഇവർക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ചുറ്റിനുമായിട്ട് സൈന്യം അല്ലെങ്കിൽ ശത്രുക്കൾ വരികയാണെങ്കിൽ ഇവർ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവിടുത്തെ തന്ത്രപരമായിട്ടുള്ള കാര്യം ഇവർക്ക് നേരെ മാത്രം എപ്പോഴും എതിരാളികളെ നിർത്തുക എന്നതാണ്. ആ രീതിയിൽ വേണം യുദ്ധം മെനയാനായിട്ട്. കുന്തമേന്തിയ പടയാളികൾ ഇവർ മാത്രമല്ല, വേറെയും ചില പടയാളികളുണ്ട്. കുന്തമേന്തിയ പടയാളികൾ തന്നെയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 3000-ഓളം വരുന്ന ഹൈപ്പോസ് പിസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്തമേന്തിയ കാലാൾപ്പട. ഇവരെ നയിക്കുന്നത് നിക്കനൂർ എന്ന ഒരു കമാൻഡറാണ്. ഈ നിക്കനൂർ ഞാൻ ആദ്യം പറഞ്ഞ പർമേനിയൻ്റെ മകനാണ്. ശക്തരായിട്ടുള്ള ഒരു പട തന്നെയാണ്. പക്ഷേ ഫലഞ്ചൈറ്റിസിൻ്റെ അത്രയും ശക്തരല്ല. എന്നാൽ ഫലഞ്ചൈറ്റിസിനില്ലാത്ത ചില മേന്മ ഇവർക്കുണ്ട്. ഇവർക്ക് പെട്ടെന്ന് യാത്ര ചെയ്തു പോകാൻ സാധിക്കും, പെട്ടെന്ന് വശങ്ങളിലേക്ക് തിരിയാൻ സാധിക്കും. ഇവർക്ക് പുറമെ 12,000-ഓളം വരുന്ന ഹോപ്ലൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്തമേന്തിയിട്ടുള്ള പടയാളികൾ വേറെയുമുണ്ട്. പക്ഷേ ഇവർ അത്രയും ശക്തരല്ല. മേൽപ്പറഞ്ഞ ആ 9,000-വും 3,000-വും വരുന്നത് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മാസിഡോണിയക്കാരായിട്ടുള്ള പടയാളികളാണ്. മാസിഡോണിയക്കാർ എന്ന് തറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ബഹുഭൂരിപക്ഷവും മാസിഡോണിയക്കാരാണ്. പക്ഷേ വളരെ ശക്തരായിട്ടുള്ള വളരെ കരുത്തരായിട്ടുള്ള ഗ്രീസിലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഏറ്റവും ശക്തരാണ് ഈ 9,000-വും 3,000-വും വരുന്ന പടയാളികൾ. എന്നാൽ അത്രയൊന്നും ശക്തരല്ലാത്ത എന്നാൽ എണ്ണം തികയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന 12,000-ഓളം വരുന്ന ഹോപ്ലൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്തമേന്തിയ പടയാളികളുമുണ്ട്. ഇവർ പൂർണ്ണമായിട്ടും ഗ്രീക്കുകാർ തന്നെയാണ്. ഇതിൽ ഒരു മാസിഡോണിയക്കാരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വ്യത്യസ്തരായിട്ടുള്ള ഗ്രീക്ക് പട്ടണങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള പടയാളികളാണ്. ഇവർക്ക് കാര്യമായിട്ടുള്ള യൂണിറ്റി ഒന്നുമില്ല. ഇവർക്ക് ഹോപ്ലൈറ്റ്സ് എന്ന പേര് കിട്ടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കുന്തം മാത്രമല്ല ഈ കുന്തമേന്തിയ പടയാളികൾ ഉപയോഗിക്കുന്നത്. അവർക്ക് ഒരു പരിചയമുണ്ട്. നമ്മൾ വാളും പരിചയം ഉപയോഗിക്കുന്നത് പോലെ കുന്തത്തിനോടൊപ്പം തന്നെ പരിചയം പല കുന്തമേന്തിയ പടയാളികളും ഉപയോഗിക്കാറുണ്ട്. ഹോപ്ലൈറ്റ്സിന് ഹോപ്ലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കവചമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഹോപ്ലൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1000-ഓളം വരുന്ന അഗ്രിയാനീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർ ജാവലിൻ ത്രോയേഴ്സാണ്. ഇവരുടെ കയ്യിൽ ഒരു പ്രത്യേക തരത്തിലെ കുന്തമുണ്ട്. പക്ഷേ ഈ കുന്തം കൊണ്ട് നേരിട്ട് കുത്തിയല്ല എതിരാളികളെ ഇവർ കൊല്ലുന്നത്. ഇവർ അമ്പ് ചെയ്യുന്നത് പോലെ ഈ ജാവലിൻ വളരെയധികം ദൂരെ നിന്ന് എറിഞ്ഞ് എതിരാളികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരു കുന്തം പോയി കഴിഞ്ഞാൽ വീണ്ടും എറിയാനായിട്ട് കുന്തം അല്ലെങ്കിൽ ജാവലിൻ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇവർക്ക് പിന്നിലായിട്ടാണ് 1000-ഓളം വരുന്ന ആർച്ചറീസ് അല്ലെങ്കിൽ അമ്പെയ്ത്തുകാർ വരുന്നത്. അതിൻ്റെ പിന്നിലായിട്ട് 6,000-ഓളം വരുന്ന ഒരു മിക്സഡ് പടയുമുണ്ട്. വലിയ രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ലാത്ത ആർച്ചറീസും ജാവലിൻ ത്രോയേഴ്സുമാണ് ഈ 6,000-ഓളം വരുന്ന മിക്സ്ചറിൽ അടങ്ങിയിരിക്കുന്നത്. പർമേനിയൻ്റെ മറ്റൊരു മകനായ ഫിലോട്ടസ് നയിക്കുന്ന 1,800-ഓളം വരുന്ന കമ്പാനിയൻ കാവലറി ഉണ്ട്. അതായത് കുതിരപ്പടയുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കുതിരപ്പടയാണ് ഈ കമ്പാനിയൻ കാവലറീസ്. ഇവർക്ക് 2 രീതിയിലുള്ള ആയുധങ്ങളാണ് ഉള്ളത്. ചിലരുടെ കയ്യിൽ നീളമേറിയിട്ടുള്ള കുന്തമാണ് ഉള്ളതെങ്കിൽ മറ്റു ചിലരുടെ കയ്യിലുള്ളത് വാളാണ്. കുന്തമേന്തിയ കുതിരപ്പടയാളിക്കും വാളേന്തിയ കുതിരപ്പടയാളിക്കും വ്യത്യസ്തമായിട്ടുള്ള ശക്തിയാണ് ഉള്ളത്. കുന്തമേന്തിയ കുതിരപ്പടയാളിക്ക് വളരെ അകലെ നിന്ന് തന്നെ ശത്രുക്കളെ കൊല്ലാൻ സാധിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വളരെ അരികിലേക്ക് ശത്രുക്കൾ വരികയാണെങ്കിൽ ആ കുന്തം ഉപയോഗിച്ച് അദ്ദേഹത്തിന് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല.
അതേസമയം വാളേന്തിയിട്ടുള്ള കുതിരപ്പടയാളിയാണെങ്കിൽ അദ്ദേഹത്തിന് അകലെയുള്ള ശത്രുക്കളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷേ വളരെ അരികിൽ വന്നു കഴിഞ്ഞാൽ അവരെ അരിഞ്ഞു വീഴ്ത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടായിരിക്കുക വാളേന്തിയിട്ടുള്ള കുതിരപ്പടയാളിക്കാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ മിക്സ് ചെയ്തിട്ടാണ് ഈ 1800ഓളം വരുന്ന കമ്പാനിയൻ കാവലറിയിൽ നിർത്തിയിരിക്കുന്നത്. 1800ഓളം വരുന്ന തെസാലിയൻ കാവലറി ഉണ്ട്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് കാവലറിയാണ്. ഇവരെ നയിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്നത് കല്ലാസ് എന്ന കമാൻഡറാണ്. ഇവർക്ക് ഈ കമ്പാനിയൻ കാവലറിയുടെ അത്രയും പ്രഹരശേഷിയില്ല. പെട്ടെന്ന് ശത്രുക്കളെ കീഴ്പ്പെടുത്താനോ കൊല്ലാനോ സാധിക്കുന്നതല്ല. പക്ഷേ പെട്ടെന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കാരണം വലിയ ഭാരമുള്ള വെപ്പണുകളല്ല ഇവർ ഉപയോഗിക്കുന്നത്, വലിയ ഭാരമുള്ള പടച്ചട്ടുകളും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇതിനു പുറമെ എറിഗിയസ് നയിക്കുന്ന 600ഓളം വരുന്ന ഗ്രീക്ക് കാവലറിയുമുണ്ട്. ഗ്രീക്ക് കാവലറിയാണ്. ഇവർ അത്ര ശക്തരല്ല. വ്യത്യസ്തരായിട്ടുള്ള ഗ്രീക്ക് നഗരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഗ്രീക്ക് കാവലറീസാണ് ഈ 600 പേർ. ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സ്കൗട്ടുകൾ. ശത്രുക്കൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്, ശത്രുക്കൾ ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അവർ എത്ര പേരുണ്ട്, ഇനി മുന്നിലേക്കുള്ള വഴിയിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 9000ഓളം വരുന്ന സ്കൗട്ടുകൾ ഉണ്ട്. സ്കൗട്ടുകൾ എല്ലാ യുദ്ധങ്ങളിലും ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് നമ്മൾ കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഈ സ്കൗട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പരാമർശിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും യുദ്ധത്തിൽ മേൽക്കോയ്മ നേടിയെടുക്കാൻ സ്കൗട്ടുകളുടെ സഹായം അനിവാര്യമാണ്. ഇനി നമുക്ക് പേർഷ്യൻ സാമ്രാജ്യം ഒന്ന് പരിചയപ്പെടാം. ഒരു മഹാസാമ്രാജ്യമാണ്, വലിയൊരു ഭൂപ്രദേശത്ത് കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യം. വലിയ സാമ്രാജ്യമായതുകൊണ്ട് തന്നെ ആ സാമ്രാജ്യം പല പ്രൊവിൻസ് അല്ലെങ്കിൽ സത്രാപ്പീസായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ സത്രാപ്പിയും ഭരിക്കുന്നത് സത്രാപ്പ് അല്ലെങ്കിൽ ഗവർണറാണ്. ആദ്യത്തെ പോയിൻ്റായ ഹെലസ്പോണ്ട് ഭരിക്കുന്നതും ഒരു സത്രാപ്പാണ്. അവിടെ വലിയ രീതിയിലുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ടറിൻ്റെ പടയാളികൾ അവരുടെ തൊട്ടരികിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ കൂട്ടത്തിൽ തന്നെ ഒരു ഗ്രീക്കുകാരനുണ്ട്. ഗ്രീക്കുകാരനായ ഒരു കമാൻഡറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിമോൺ ഓഫ് റോഡ്സ് എന്നാണ്. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണെങ്കിൽ പോലും പേർഷ്യയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. ഒരു പേർഷ്യക്കാരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അലക്സാണ്ടറുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ബുദ്ധി. പ്രധാനമായിട്ടും അവരുടെ ഉയരമേറിയിട്ടുള്ള സരസ് എന്ന ആയുധം ഉപയോഗിക്കുന്ന ഫലഞ്ചൈറ്റ്സ്, ആ ഫലഞ്ചൈറ്റ്സിനെ തോൽപ്പിക്കുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് നമുക്ക് ഇവിടെ നീങ്ങാം. നമ്മുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പുറകിലേക്ക് പിൻവലിക്കാം. എല്ലാവരും പിന്നിലേക്ക് പോകട്ടെ. എന്നാൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഭക്ഷണ സാധനങ്ങളും പാടങ്ങളും ഒക്കെ അഗ്നിക്ക് ഇരയാക്കാം. അങ്ങനെ കുറേയധികം നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പാടങ്ങളെല്ലാം കത്തിച്ചാമ്പലാകും. അലക്സാണ്ടറിനും അലക്സാണ്ടറിൻ്റെ സൈന്യത്തിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണമില്ല. വരുന്ന വഴിക്ക് യുദ്ധത്തിൽ ആളുകളെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ഭക്ഷണങ്ങൾ കവർന്നെടുക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അവർ വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പാടങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ കത്തിച്ച് കളയുകയാണെങ്കിൽ പട്ടിണി കടന്ന് അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ പടയാളികളും മരണമടയും, അല്ലെങ്കിൽ അവർ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങും. അത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷേ അവിടുത്തെ സത്രാപ്പിന് അല്ലെങ്കിൽ ഗവർണറിന് ഇത് സ്വീകാര്യമായ ഒരു കാര്യമായിരുന്നില്ല. പിന്തിരിഞ്ഞ് ഓടുന്നത് പേർഷ്യക്കാരുടെ സ്വഭാവമല്ല, അത് ഗ്രീക്കുകാരുടെ സ്വഭാവമാണ്. നമ്മളെന്തായാലും പിന്തിരിഞ്ഞോടാൻ പോകുന്നില്ല. മാത്രമല്ല ഇത്രയധികം പാടങ്ങൾ കത്തിച്ച് കളയുന്നത് മണ്ടത്തരമാണ്. അലക്സാണ്ടറിനെ അല്ലാതെ തന്നെ നമുക്ക് തോൽപ്പിക്കാൻ സാധ്യമാകും. പാടങ്ങളൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അലക്സാണ്ടർ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ പാടങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് വലിയ രീതിയിലുള്ള പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നമ്മൾ വഴുതി വീഴുന്നതാണ്. അതുകൊണ്ട് നിമോൺ ഓഫ് റോഡ്സിൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ അലക്സാണ്ടറുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗ്രാനിക്കസ് എന്ന നദിയുടെ തീരം. വലിയ ആഴമൊന്നുമുള്ള ഒരു നദിയല്ല. ഗ്രാനിക്കസ് നദി താണ്ടിയാൽ മാത്രമേ അലക്സാണ്ടറിനും സംഘത്തിനും പേർഷ്യയുടെ ഉള്ളേരിയയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അവർ ആ നദി കടക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കുകയാണെങ്കിൽ അവർ കുടുങ്ങിപ്പോകുന്നതാണ്. അവരെ നമുക്ക് വളരെ അനായാസമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പേർഷ്യക്കാരുടെ തന്ത്രം. ഇതനുസരിച്ച് ഗാർണിക്കസ് എന്ന് പറയുന്ന ആ നദിയുടെ ഒരു കരയിൽ ഇവർ തമ്പടിച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്നും അലക്സാണ്ടറിൻ്റെ സൈന്യം പതിയെ അവിടേക്ക് എത്തിച്ചേർന്നു. സമയം രാത്രിയായിട്ടുണ്ട്.
എല്ലാവരുടെയും കയ്യിൽ വലിയ രീതിയിലുള്ള പന്തവും തീയുമൊക്കെ ഉണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നദിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുക്കളെ വ്യക്തമായിട്ട് തന്നെ അലക്സാണ്ടറിന് കാണാൻ സാധിക്കുമായിരുന്നു. അവർ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഫലഞ്ചൈറ്റുകളാണ് ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള സേന, കുന്തമേന്തിയിട്ടുള്ള കാലാൾപ്പട. ആ കാലാൾപ്പടയെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് കുതിരപ്പടയ്ക്കാണ്. കുതിരപ്പടയാവുമ്പോൾ പെട്ടെന്ന് ഓടി അവരുടെ ചുറ്റിനും ഒരു വലയം ഉണ്ടാക്കാൻ സാധിക്കും, അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും, പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് കുതിരപ്പട. എന്നാൽ ഫലഞ്ചൈറ്റുകൾക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻനിരയിൽ നിർത്തിയിരിക്കുന്നത് 10,000-ഓളം വരുന്ന കുതിരപ്പടയാണ്. അവിടെ നിന്നും വളരെയധികം അകലെ പിന്നിലായിട്ട് മാത്രമാണ് 10,000-ഓളം വരുന്ന കാലാൾപ്പടയെ പേർഷ്യക്കാർ കരുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാലാൾപ്പടയെ അലക്സാണ്ടറിന് കാണാൻ സാധിക്കുന്നില്ല. അവർ വളരെയധികം പിന്നിലാണ്. പക്ഷേ വ്യക്തമായിട്ട് മുന്നിലുള്ള ആ 10,000-ഓളം വരുന്ന കുതിരപ്പടയെ അലക്സാണ്ടറിന് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള അലക്സാണ്ടറിൻ്റെ പടയാണ്. പക്ഷേ അവർക്ക് ഒരുപാട് ചലഞ്ചുകളുണ്ട്. ആദ്യത്തെ ചലഞ്ച് ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകണം. പുഴ കടക്കുന്നതിനിടയിലുള്ള ഒരു ആക്രമണം അത് ഉറപ്പാണ്. അതിനുവേണ്ടി തന്നെയാണ് അവരവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പലരും അഭിപ്രായപ്പെട്ടു, ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ, നേരം വെളുക്കട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് യുദ്ധം ആരംഭിക്കാം. പക്ഷേ അലക്സാണ്ടറിന് കാത്തിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. യുദ്ധം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. അദ്ദേഹം ആദ്യം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊസിഷനിങ് ആണ് ഈ സൈന്യത്തിന് കൊടുക്കുന്നത്. ഏറ്റവും ഇടതുഭാഗത്തായിട്ട് അല്ലെങ്കിൽ കിഴക്ക് വടക്കു ഭാഗത്തായിട്ട് അദ്ദേഹം വിന്യസിക്കുന്നത് പെർമീനിൻ്റെ കീഴിലുള്ള ഒരു കുതിരപ്പടയാണ്. അതിനുശേഷം വരുന്നത് പെർമീനിൻ്റെ കീഴിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലഞ്ചൈറ്റുകളാണ്. ഫലഞ്ചൈറ്റുകൾക്കും ശേഷം വരുന്നത് അലക്സാണ്ടർ തന്നെയാണ്. അലക്സാണ്ടറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കാവലറിയുമുണ്ട്. ആ കമ്പാനിയൻ കാവലറിയെ നയിക്കുന്ന ഫിലോട്ടസുമുണ്ട്. അതും കഴിഞ്ഞ് ഈ സൈന്യത്തിൻ്റെ എല്ലാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്നത് ബാക്കി എല്ലാ സൈന്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ്. അലക്സാണ്ടർ ആ രാത്രിയിൽ തന്നെ ഓർഡർ കൊടുത്തു. അലക്സാണ്ടർ ആദ്യം ഓർഡർ കൊടുക്കുന്നത് തൻ്റെ ഒപ്പം നിൽക്കുന്ന കമ്പാനിയൻ കാവലറിക്കാണ്. അവരോട് പുഴ നീന്തി അപ്പുറത്തേക്ക് ചെല്ലാനുള്ള ഓർഡർ കൊടുത്തു. ഫലഞ്ചൈറ്റ്സിനോട് അവിടെ കാത്തു നിൽക്കാനാണ് പറഞ്ഞത്. കാരണം അവരെ ആദ്യം അയക്കുന്നത് മണ്ടത്തരമാണ്. അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. കുതിരപ്പടയെ ആദ്യം അയക്കുകയാണ്. ആ കുതിരപ്പടയോടൊപ്പം തന്നെ അലക്സാണ്ടറും പുറപ്പെടുന്നുണ്ട്. അവരുടെ പിന്നാലെ നിക്കനൂറിൻ്റെ കീഴിലുള്ള ഹൈപ്പാസ് പിസ്റ്റസ്, അതായത് ചെറിയ കുന്തമേന്തിയിട്ടുള്ള കാലാൾപ്പടയെ അയക്കുന്നു. അതിൻ്റെയും പിന്നിലായിട്ട് പയോണിയൻ്റെ കീഴിലുള്ള ലൈറ്റ് കാവലറി, അതായത് ഭാരം കുറവുള്ള പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന കുതിരപ്പട. ഫലഞ്ചൈറ്റുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവർ അലക്സാണ്ടറിൻ്റെ ഒരു സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബാക്കിയുണ്ടായിരുന്ന ആളുകൾ ഈ പുഴ നീന്തി അപ്പുറത്തേക്ക് യാത്ര പുറപ്പെട്ടു. പുഴയുടെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. ആ ഘട്ടത്തിൽ മാത്രം പേർഷ്യക്കാരുടെ ഭാഗത്തു നിന്നും ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുകയാണ്. ജാവലിൻ ത്രോവേഴ്സാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ജാവലിൻ എറിയുന്നത്. കുറേയധികം ആളുകൾ ഈ ഘട്ടത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ധീരന്മാരായിട്ടുള്ള അലക്സാണ്ടറിൻ്റെ ചുണക്കുട്ടികൾ മുന്നിലേക്ക് തന്നെ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന് അവർ മറുകരയിൽ എത്തിച്ചേരുകയാണ്. മറുകരയിൽ പുഴയോട് ചേർന്ന് തന്നെ എതിരാളികളുണ്ടായിരുന്നു, കുതിരപ്പടയുണ്ടായിരുന്നു. അവിടെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. നേർക്ക് നേരുള്ള ഒരു കോമ്പാക്റ്റ്. ഈ ഘട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ പോരാടുന്നുണ്ട്. രണ്ടും ശക്തർ തന്നെയാണ്. പേർഷ്യൻ സേന ഗ്രീക്ക് സേനയെ പിന്നിലേക്ക് ഉന്തി വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആളുകളെ കൊന്ന് പിന്നിലേക്ക്, അതായത് പുഴയിലേക്ക് തന്നെ അവരെ തിരിച്ചു വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗ്രീക്കുകാർ പേർഷ്യക്കാരെ മുന്നിലേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ കടുത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പേർഷ്യൻ മേഖലയിലുണ്ടായിരുന്ന മുഴുവൻ കുതിരപ്പടയും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് സേനയെ തടയാൻ വേണ്ടിയാണ്. ഇതൊരു മികച്ച അവസരമാണ്. അലക്സാണ്ടർ ഒരു സിഗ്നൽ കൊടുത്തു. ആ സിഗ്നൽ കൊടുക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് വലിയ ഉയരങ്ങളിലുള്ള കൊടിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ കൊടിയോടൊപ്പം തന്നെ ഒരു വലിയ തീനാളവും ഉണ്ടായിരുന്നു. അതൊരു മികച്ച സിഗ്നലായിരുന്നു. ആ സിഗ്നൽ കണ്ട പാടെ ഫലഞ്ചൈറ്റുകൾ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. പക്ഷേ ഇവരുടെ യാത്രയെ പേർഷ്യക്കാർ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവനും ഇവിടേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന കുതിരപ്പടയുടെ മേലായിരുന്നു. അത് ഫലഞ്ചൈറ്റിനുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു മേൽക്കോയ്മയാണ് കൊടുത്തത്. കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നുമില്ലാതെ
അവർക്ക് മുന്നിലേക്ക് കടന്നു വരാൻ സാധ്യമായി. യുദ്ധം നടക്കുമ്പോൾ മാറി നിൽക്കുന്ന സ്വഭാവം അലക്സാണ്ടറിനില്ല. മിക്ക യുദ്ധങ്ങളിലും രാജാവ് നേരിട്ട് പങ്കെടുക്കാറില്ല. പക്ഷേ അലക്സാണ്ടർ യുദ്ധത്തിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിലായിരിക്കും നിൽക്കുക. രാജാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. അലക്സാണ്ടറിനെ കൊല്ലുന്നതിലാണ് പേർഷ്യക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി അലക്സാണ്ടറിൻ്റെ 2 വശങ്ങളിൽ നിന്ന് ഒരേ സമയം ശക്തരായിട്ടുള്ള പേർഷ്യക്കാർ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് തടയിടാനായി ഗ്രീക്കുകാരിൽ തന്നെ ശക്തരായിട്ടുള്ള കാവലറി പട അലക്സാണ്ടറിൻ്റെ ഒപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. അവരാണ് കമ്പാനിയൻ കാവലറി. ഈ ഘട്ടത്തിൽ അലക്സാണ്ടറിനെ കൊല്ലാനായി പേർഷ്യ നടത്തിയിട്ടുള്ള ഒരു ശ്രമം ചരിത്രരേഖയിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഒരേ സമയം തന്നെ അലക്സാണ്ടറിൻ്റെ 2 വശങ്ങളിലൂടെ ആക്രമിക്കുക. അതിനുവേണ്ടി ഒരു വശത്തൂടെ എത്തിച്ചേരുന്നത് പേർഷ്യൻ നോബിൾമാനായ റോയിസേഷ്യസ് ആണ്. അതേസമയം മറുവശത്തു നിന്ന് വരുന്നത് മറ്റൊരു നോബിൾമാനായിട്ടുള്ള സ്പിത്രിഡേറ്റ്സ് ആണ്. റോയിസേഷ്യസ് ആണ് ആദ്യം എത്തിച്ചേരുന്നത്. തൊട്ട് പിന്നാലെ തന്നെ സ്പിത്രിഡേറ്റ്സും ഉണ്ട്. ആരെ ആദ്യം ആക്രമിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അലക്സാണ്ടർ. ആ കൺഫ്യൂഷൻ മുതലാക്കിക്കൊണ്ട് തന്നെ റോയിസേഷ്യസ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെ വാളോങ്ങി. വാള് കൃത്യമായിട്ട് തന്നെ തലയിലുണ്ടായിരുന്ന കിരീടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കവചത്തിലാണ് കൊള്ളുന്നത്. ആ കവചം ഭാഗികമായിട്ട് തകർന്ന് നിലത്തേക്ക് വീണു. കനത്ത ഒരു ആഘാതം തന്നെയാണ് അലക്സാണ്ടറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ ഞൊടിയിടയിൽ തന്നെ അദ്ദേഹത്തിന് സ്വബോധം തിരിച്ചു കിട്ടി. തലയ്ക്ക് കാര്യമായിട്ടുള്ള ക്ഷതമൊന്നും ഏറ്റിട്ടില്ല. ഒരു വലിയ അടി കിട്ടിയിട്ടുള്ള ഒരു വേദന തലയ്ക്കുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഒരു ഞൊടിയിട കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാൻസസ് എന്ന ആയുധം ഉപയോഗിച്ച് ആ എതിരാളിയെ അദ്ദേഹം കുത്തി നിലത്തേക്ക് ഇടുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു റോമൻ നോബിൾമാനായിട്ടുള്ള സ്പിത്രിഡേറ്റ്സ് അദ്ദേഹം വാൾ ഓങ്ങി. അലക്സാണ്ടറിൻ്റെ കഴുത്ത് ലക്ഷ്യം വെച്ചാണ് വാൾ ഓങ്ങിയത്. എന്നാൽ ആ വാള് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പതിക്കുന്നതിന് മുൻപ് ബ്ലാക്ക് ക്ലൈറ്റസ് എന്ന ഒരു ഗ്രീക്ക് കമാൻഡർ ആ കൈ വെട്ടി വീഴ്ത്തുകയാണ് ഉണ്ടായത്. അലക്സാണ്ടർ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഒരു ഘട്ടമായപ്പോഴേക്കും ഫലഞ്ചേറ്റുകൾ ഇങ്ങേക്കരയിൽ എത്തിച്ചേർന്നു. ഫലഞ്ചേറ്റുകൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ കഥ മാറും. കാരണം അവരെ എതിർക്കാനുള്ള ശേഷി ഈ പേർഷ്യൻ പടയ്ക്കില്ല. പിന്നീട് നടന്നത് ചരിത്രമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പേർഷ്യക്കാർ പലായനം ചെയ്തു. കുറേയധികം ആളുകൾ മരണമടഞ്ഞു. അവശേഷിച്ചവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഹെലസ്പോണ്ട് അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയിരിക്കുന്നു. ഇവിടം കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം. ഈ ഭാഗത്തെ ഗ്രീക്കിൻ്റെ പേരിൽ എഴുതി ചേർക്കാം. അവരുടെ രാജ്യമായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. പക്ഷേ ഇത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. അദ്ദേഹത്തിന് ഇതുകൊണ്ടൊന്നും മതിയാവുകയില്ല. പേർഷ്യ മുഴുവനും കീഴ്പ്പെടുത്തണം. പക്ഷേ പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹെലസ്പോണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഭൂഭാഗമാണ്. അവരുടെ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അവരുടെ രാജാക്കന്മാരുടെ രാജാവായ ദാർസ്യൂസ് മൂന്നാമൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ അടുത്ത ലക്ഷ്യം ലിഡിയ എന്ന ഒരു പ്രൊവിൻസാണ്. ആ ലിഡിയയുടെ തലസ്ഥാന നഗരം അദ്ദേഹം ആക്രമിക്കുകയാണ്. ആ തലസ്ഥാന നഗരം ആക്രമണത്തിനൊന്നും മുതിരുന്നില്ല. അലക്സാണ്ടറിൻ്റെ കഴിഞ്ഞ യുദ്ധത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ വലിയ ഭീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാതെ അവർ കീഴടങ്ങി. ലിഡിയയുടെ തലസ്ഥാനമായ സാർഡിസിൽ അലക്സാണ്ടറും സംഘവും കുറച്ചു നാളുണ്ടായിരുന്നു. അല്പമൊന്ന് വിശ്രമിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. വിശ്രമം മാത്രമല്ല, അവർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമായിരുന്നു. ഇനിയുള്ള നീക്കം വളരെയധികം സൂക്ഷിച്ചായിരിക്കണം. ഈ യുദ്ധത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ദാർസ്യൂസ് മൂന്നാമൻ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു യുദ്ധം കൂടെ തുടങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അദ്ദേഹം നേരിട്ട് ഗ്രീസിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നാവിക പടയെ ഉപയോഗിച്ച്, കരസേനയെ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ തങ്ങൾക്ക് തടയാൻ സാധിക്കും. കാരണം കരസേനയിൽ ഈ ബോർഡറിൽ തങ്ങളുണ്ട്. എന്നാൽ നാവികസേനയിൽ തങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, നേവൽ ബേസുകൾ തകർക്കാൻ സാധിക്കും. എല്ലാ നേവൽ ബേസുകളും തകർക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അവരിപ്പോൾ നിൽക്കുന്ന സാർഡിസിനോട് ചേർന്ന് കിടക്കുന്ന 2 നേവൽ ബേസുകളുണ്ട്. ആ 2 നേവൽ ബേസും കീഴ്പ്പെടുത്തണം. മിലിറ്റസും ഹാലികാർണസസുമാണ് ആ 2 നേവൽ ബേസുകൾ. സാർഡസിൽ നിന്നും ആ സംഘം പുറപ്പെടുന്നത് ഈ 2 നേവൽ ബേസ് കേന്ദ്രീകരിച്ചായിരുന്നു. രണ്ടും വളരെ അടുത്തുള്ള നേവൽ ബേസുകളാണ്. അവിടെ ആ നേവൽ ബേസിനെ സംരക്ഷിച്ചുകൊണ്ട് കരസേനയുണ്ടായിരുന്നു, നാവികസേനയും ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ
ദൈർഘ്യമേറിയിട്ടുള്ള ഒരു യുദ്ധമാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ട് സേനയും ഒരുപോലെ തന്നെ പോരാടുന്നുണ്ട്. മികച്ച പോരാട്ടം തന്നെയാണ് രണ്ട് കൂട്ടരും കാഴ്ചവെക്കുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ മഞ്ഞുകാലമായി. മഞ്ഞുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അലക്സാണ്ടർ ആ പ്രദേശവും കീഴ്പ്പെടുത്തി. നേവൽ ബേസുകളും അവിടെ ഉണ്ടായിരുന്ന ചില പടക്കപ്പലുകളും അഗ്നിക്ക് ഇരയാക്കി. അതിനുശേഷം അദ്ദേഹം അവിടെ വിശ്രമിക്കാൻ മുതിരുന്നില്ല. നല്ല ക്ഷീണമുണ്ട്. ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. എങ്കിൽ പോലും അവർ ആ ആക്രമണം തുടർന്നു പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ ലിസിയയിലേക്ക് പുറപ്പെട്ടു. ലിസിയയിൽ അവർ എത്തിച്ചേരുന്നത് 333 BC-യിലാണ്. അതായത് തൊട്ടടുത്ത വർഷത്തെ ഒരു വസന്ത കാലഘട്ടത്തിലാണ്. പൂക്കൾ പൂക്കുന്ന ആ കാലഘട്ടത്തിൽ ലിസിയയിൽ ഒരു യുദ്ധം അരങ്ങേറുന്നു. മുമ്പ് നടന്ന യുദ്ധം പോലെ ആയിരുന്നില്ല ലിസിയയിലെ യുദ്ധം. അവർക്ക് വലിയ വേർപ്പൊന്നും ഒഴുക്കാതെ തന്നെ ലിസിയയെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. പിന്നീട് അവർ പുറപ്പെടുന്നത് ഫ്രൈജിയ എന്ന ഒരു പ്രദേശത്തേക്കാണ്. ഫ്രൈജിയയും അവർക്ക് അനായാസം കീഴ്പ്പെടുത്താൻ സാധ്യമായി. പിന്നീട് അവിടെ നിന്നും ഗോർഡിയത്തിൽ എത്തിച്ചേർന്നു. ഗോർഡിയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്. ഗോർഡിയ കീഴ്പ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യ വളരെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഗോർഡിയ എന്ന് പറയുന്നത് ഒരു കടുങ്കെട്ടാണ്. ആ കടുങ്കെട്ട് മുറിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ രാജാവായി മാറും. പക്ഷേ അത്ര വലിയ പ്രയാസപ്പെടേണ്ടി വന്നില്ല അലക്സാണ്ടറിന് ഗോർഡിയ കീഴ്പ്പെടുത്താനായിട്ട്. ഗോർഡിയ എന്ന ആ കടുങ്കെട്ട് വളരെ അനായാസമായിട്ട് തന്നെ അദ്ദേഹം മുറിച്ചു മാറ്റി. ഈ സമയത്ത് അലക്സാണ്ടർ ചിന്തിച്ചതുപോലുള്ള ഒരു സംഭവ വികാസം നടക്കുന്നുണ്ട്. നാവികസേന പുറപ്പെടുകയാണ് ഗ്രീസ് കീഴടക്കാനായിട്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളൊക്കെ അലക്സാണ്ടർ നശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ അവശേഷിച്ച മറ്റൊരു നേവൽ ബേസിൽ നിന്നും നിമോൺ ഓഫ് റോഡ്സ് സൈന്യവുമായിട്ട് പുറപ്പെടുകയാണ്. നിമോൺ ഓഫ് റോഡ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണ്. പക്ഷേ അദ്ദേഹം പേർഷ്യയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പേർഷ്യയിലെ ഒരു ജനറലാണ്. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത് പാടങ്ങളൊക്കെ അഗ്നിക്കിരയാക്കി ഓടി രക്ഷപ്പെടാനെന്ന്. അത് അവർ പാലിച്ചില്ല. അതവർ പാലിച്ചിരുന്നുവെങ്കിൽ അലക്സാണ്ടറിനെ ഒരുപക്ഷെ അവർക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ നിമോൺ ഓഫ് റോഡ്സ് മറ്റൊരു ദൗത്യവുമായിട്ടാണ് പോകുന്നത്, സൈന്യവുമായിട്ട് ഗ്രീസ് കീഴ്പ്പെടുത്താനായിട്ട്. ആദ്യം അവർ എത്തിച്ചേരുന്നത് ഗ്രീസുകാരുടെ അധീനതയിലുള്ള 2 ദ്വീപുകളിലാണ്. ലെസ്ബോസ്, കിയോസ് എന്ന പേരിലാണ് ഈ 2 ദ്വീപുകളും അറിയപ്പെടുന്നത്. വളരെ അനായാസം തന്നെ അവരെ കീഴ്പ്പെടുത്താൻ സാധ്യമായി. കാരണം അവിടെ കാര്യമായിട്ട് സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിലുള്ള ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 2 നഗരങ്ങളും പേർഷ്യക്കാരുടെ അധീനതയിലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടർന്ന് യാത്ര ചെയ്യാൻ നിമോൺ ഓഫ് റോഡ്സിന് സാധ്യമാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് കലശലായിട്ടുള്ള രോഗബാധയുണ്ടായി. എന്ത് രോഗബാധയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ രോഗബാധ ഉണ്ടായതെന്നോ അറിയുകയില്ല. പക്ഷേ രോഗബാധയെ തുടർന്ന് അദ്ദേഹം തുടർന്നുള്ള യാത്ര ഒഴിവാക്കിയായിരുന്നു. നിമോണിന് എന്തായാലും യാത്ര തുടരാൻ സാധിക്കുന്നതല്ല. ഒരു ശക്തനായ ജനറൽ ഇല്ലാതെ ഇവരെ അവിടേക്ക് അയച്ചതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു നേട്ടമൊന്നുമില്ല. ഇവരെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നാവിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ട് 18 മാസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. അലക്സാണ്ടറും സൈന്യവും ഇപ്പോൾ പടിഞ്ഞാറൻ തീരത്തുള്ള സിലിസിയ എന്ന നഗരത്തിലാണ്. ആ പ്രദേശവും കീഴ്പ്പെടുത്തി അവിടെ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അതിനുശേഷമുള്ള അവരുടെ ലക്ഷ്യസ്ഥാനം സിറിയയാണ്. സിറിയയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവിടെ കുറച്ചുനാൾ ഒന്ന് വിശ്രമിക്കാമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഒരു വലിയ സേന ഇവരെ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടിരുന്നു. അത് സാധാരണ സേനയല്ല, അതൊരു റോയൽ സേനയാണ്. ദാർസ്യൂസിൻ്റെ കീഴിലുള്ള, ദാർസ്യൂസ് മൂന്നാമൻ്റെ കീഴിലുള്ള വലിയൊരു സേന. ഇനിയാണ് ഏറ്റവും വലിയ യുദ്ധം അരങ്ങേറാൻ പോകുന്നത്. ദാർസ്യൂസ് മൂന്നാമൻ എന്ന ശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയും അലക്സാണ്ടർ ദ ഗ്രേറ്റും തമ്മിലുള്ള യുദ്ധം. സിലിസിയയിലെ വിശ്രമത്തിന് ശേഷം അലക്സാണ്ടറും സൈന്യവും സിറിയയിലേക്ക് യാത്ര പുറപ്പെട്ടു. സിറിയയുടെ അതിർത്തി പ്രദേശത്തേക്ക് അവർ എത്തിച്ചേർന്നു. ആ അതിർത്തി പ്രദേശത്ത് വലിയ ഒരു മലനിരയുണ്ട്. നൂർ മൗണ്ടൻസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നൂർ മൗണ്ടൻസിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ വളരെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ദാർസ്യൂസിൻ്റെ സേന. അവിടെ അരങ്ങേറാൻ പോകുന്നത് ഒരു വലിയ യുദ്ധമായിരിക്കുമോ? ആ യുദ്ധത്തിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഇനി അരങ്ങേറാൻ പോകുന്നത്? അലക്സാണ്ടറിൻ്റെ ചരിത്രത്തിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം.